ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് കൊക്കേഷ്യൻ ഷെപ്പേർഡ് എന്ന് പറഞ്ഞിട്ടൊരു റയറായിട്ടുള്ള ബ്രീഡാണ്. കേരളത്തിലധികം അങ്ങനെ കണ്ട് കിട്ടാറില്ലാത്തൊരു ബ്രീഡാണ് കൊക്കേഷ്യൻ ഷെപ്പേർഡ്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ 10 ബ്രീഡ്സ് എടുക്കുകയാണെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ബ്രീഡാണ്. പിന്നെ ഇത് ഒരു സാധാരണ ബ്രീഡല്ല. ആക്ച്വലി ഇതിനെപ്പറ്റി പറയാനായിട്ടാണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആക്ച്വലി നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഈ കൊക്കേഷ്യൻ ഷെപ്പേർഡ് പണ്ട് ശരിക്കും പറഞ്ഞാൽ മൗണ്ടൻ ഡോഗ്സ് ആയിട്ട് കോക്കസസ് റീജിയൺ നമ്മുടെ വൈൽഡ് ആനിമൽസിൽ നിന്ന് ഏതാണ് വൂൾഫ് അല്ലെങ്കിൽ ബേഴ്സിൽ നിന്നൊക്കെ ലൈഫ് സ്റ്റോക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കൊണ്ടിരുന്ന ഒരു പർട്ടിക്കുലർ ബ്രീഡ് ഉണ്ടായിരുന്നു. അപ്പം അന്ന് ശരിക്കും ഇത് കൊക്കേഷ്യൻ ഷെപ്പേർഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാറ്റഗറി അല്ല. കോക്കസസ് മൗണ്ടൻസിലെ നോർമലായിട്ടുള്ള, അതായത് എല്ലാ സ്ഥലത്തും കാണുമല്ലോ അതുപോലത്തെ നേറ്റീവായിട്ടുള്ള ഡോഗ്സ്. ഇവന് നമ്മുടെ മുന്നേ ഞാൻ കാനിക്കോഴ്സോയുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൊളോസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പർട്ടിക്കുലർ ബ്രീഡിനെ എടുത്തിട്ട് റോമൻസ് കൊണ്ടുപോയിട്ട് അതിനെ നമ്മുടെ കാനിക്കോഴ്സോ ഒക്കെ ആയിട്ട് മാറ്റിയ കഥകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സാക്ട്ലി അതുപോലെ തന്നെ ഈ ഒരു ബ്രീഡിൻ്റെ കാര്യത്തിൽ വരുമ്പം ഇവിടെ മെയിനായിട്ടുള്ള റോള് ചെയ്തത് നമ്മുടെ സോവിയറ്റ് യൂണിയനാണ്. സോവിയറ്റ് യൂണിയൻ അപ്പോൾ പറയാൻ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്തൊരു പേരാണ് റെഡ് സ്റ്റാർ കെന്നൽ. അവരാണ് 1920s തൊട്ടിട്ട് 1950s ആ ഒരു പീരീഡിൽ അവർ ഡെവലപ്പ് ചെയ്തെടുത്തൊരു പർട്ടിക്കുലർ ബ്രീഡാണ് ശരിക്കും പറഞ്ഞാൽ കൊക്കേഷ്യൻ ഷെപ്പേർഡ്. ഇപ്പം ഇവൻ ഈ കാമായിട്ടിരിക്കുന്നത് അല്ല ആക്ച്വലി ഇവരുടെ ശരിക്കുള്ള നേച്ചർ എന്ന് പറഞ്ഞാൽ. ഇവരെ ആ ഡെവലപ്പ് ചെയ്തെടുത്തതിൽ ഏറ്റവും, അതായത് അവരൊരു 5 ബ്രീഡ്സിനെ അവർ ഡെവലപ്പ് ചെയ്തെടുത്തു. പക്ഷേ 5 ഡോഗ്സിൽ ഏറ്റവും സക്സസ്ഫുള്ളി അവർ പ്രൗഡോടെ പ്രസൻറ്റ് ചെയ്ത ഒരു സാധനമാണ് കൊക്കേഷ്യൻ ഷെപ്പേർഡ്. ഇവർക്ക് വേണ്ടത് ഒരാളെ പേടിയില്ലാത്ത, യൂഷ്വലി നമ്മളിപ്പോൾ ജർമ്മൻ ഷെപ്പേർഡ് ആയാലും ബെൽജിയൻ മാൽനോ ആയാലും ഏതൊരു ബ്രീഡിനെ എടുത്താലും ഈ ധൈര്യം അല്ലെങ്കിൽ കോൺഫിഡൻസ് ലെവൽ ഇതെല്ലാം ഓക്കെ ആണ്, അതിലൊരു തർക്കമില്ല. മാൽനോയൊക്കെ ഏറ്റവും ബെസ്റ്റ് ഡോഗ്സാണ് ആ ഒരു കാര്യത്തിൽ. പക്ഷേ ഇവൻ്റെ കേസിൽ അതായത് ഒരുമാതിരി ഒരു കോട്ട എന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനമാണിത്. പേടി എന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടി പോയിട്ടില്ല. പേടി എന്ന് പറഞ്ഞ സാധനം അടുത്തുകൂടെ പോയിട്ടില്ല. ഇവൻ്റെ കേസിലായാൽ പോലും ഇവിടെ ഇപ്പം ഒരു മനുഷ്യനും ഇവൻ്റെ അടുത്ത് വന്ന് ഇടപെടത്തില്ല. ഞാനൊഴികെ വേറെ ആരും ഇവൻ്റെ അടുത്ത് പോയിട്ട് ഇടപെടാറില്ല. അതിന് റീസൺ ഇവൻ വന്ന്, അതായത് ഒരാളെ അപ്രോച്ച് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡിഫറെൻറ്റാണ്. വേറൊരു ഡോഗ് ബ്രീഡിനെ പോലല്ല. ഇവനിങ്ങനെ ലൈക്ക് നമ്മളിപ്പോൾ നിൽക്കുകയാണ്, അപ്പം വേറെ പുതിയൊരാൾ വന്നു, കുഴപ്പമില്ല ടച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ പോലും അവരത് ചെയ്യത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡോഗ് നേരെ വന്നിട്ട് ലൈക്ക് നമ്മുടെ ഈ ഭാഗത്തോട്ട് കയറി ലൈക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഇടിച്ച് കയറി നിൽക്കുന്നത്. അതായത് ഒരു സേഫായിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട് മണപ്പിക്കുക അല്ലെ, അങ്ങനെയല്ല നിൽക്കുന്നത്. ഇപ്പോൾ ഇവൻ നിൽക്കുന്നത് ഇപ്പം ട്രെയിൻ ചെയ്ത് ഞാനാണ് അവനെ ട്രെയിൻ ചെയ്ത് ഇങ്ങനെ ഇതാക്കി നിർത്തിയേക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇവനിങ്ങനെ കൂളായിട്ടിരിക്കുന്നത്. യൂഷ്വലി ഡോഗ്സ് ഈവൻ മാൽനോ ആണെങ്കിൽ പോലും ഒരു ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് വാണിംഗ് ഒക്കെ തരും. നമുക്ക് വാലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അറിയാം ഇപ്പം അവൻ കയറി പിടയ്ക്കുമെന്ന് നമുക്കൊരു ഐഡിയ കിട്ടും. ഇവൻ്റെ കേസിൽ ലൈക്ക് ഇവൻ വന്നിങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ആൾക്കാർ പേടിച്ചു. അങ്ങനെ പല സിറ്റുവേഷൻസും കണ്ടിട്ടുണ്ട്. അതായത് ആ ഒരു റീസൺ കാരണം ആരും വന്നിട്ട് ഇവനോട് പെറ്റിയാനോ ഒന്നും നിൽക്കത്തില്ല. ഇവിടെ ഇതൊരു ഫാമിലിയാണ്. അപ്പോൾ ഇവിടെ സമാധാനപരമായിട്ട് നമുക്ക് ജീവിക്കേണ്ട ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അതുകൊണ്ട് ഞാൻ പരമാവധി സോഷ്യലൈസ് ചെയ്ത് നല്ല രീതിക്കാണ് ഇവനെ കൊണ്ടുപോകുന്നത്. പക്ഷേ ആൾക്കാർക്ക് ഇവൻ്റെ ശരീരവും ഒരുമാതിരി കരടി പോലെ, അതിൻ്റെ കൂട്ടത്തിൽ പറയുമ്പോഴാണ് ഈ റീസെൻ്റായിട്ട് ബാംഗ്ലൂർ ഒരു ആൾ ഇതുപോലെ കൊക്കേഷ്യൻ ഷെപ്പേർഡിൻ്റെ വൂൾഫിൻ്റെ മിക്സ് എന്ന് പറഞ്ഞിട്ടൊക്കെ കൊണ്ടുവന്നിട്ട് 20 കോടി രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കഥയൊക്കെ പറഞ്ഞ്. അതെ, ഡോഗ് ഭയങ്കര എക്സ്പെൻസീവാണ്. പക്ഷേ 20 കോടി എന്നൊക്കെ പറയുന്നത് അത് എനിവേ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നത്. ഇവനൊക്കെ ആണെങ്കിൽ പോലും ഇവിടുത്തെ പ്രൈസ് വെച്ച് നാട്ടിലെ കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു BMW കാർ എടുക്കാനായിട്ടുള്ള എക്സ്പെൻസ് ഉണ്ട്, പ്രൈസ് ഉണ്ട് ഇവനും. അതായത് ദിറംസിന് നമ്മൾ രൂപയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പം അത്രയും പ്രൈസ് ഉണ്ട്. ഇവനെ റഷ്യയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇവനിപ്പം 2.5 വയസ്സായിട്ടുണ്ട്. കുറേ നാളുകൊണ്ട് ഞാൻ ഇവൻ്റെ വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. ഇന്നാണ് അതിനൊരു സാഹചര്യം കിട്ടിയത്. അപ്പം ഇതാണ് നമ്മുടെ കൊക്കേഷ്യൻ ഷെപ്പേർഡ് ഓഡിൻ. ഇവൻ്റെ പേര് ഓഡിൻ എന്നാണ്. ഓഡിൻ, കം ഹിയർ ബോയ്, ഗിവ് ബോയ്, ഷേക്ക് ഹാൻഡ്. ഏയ് ഗുഡ് ബോയ്.
യെസ്, നൈസ് നൈസ്, ഗുഡ്, ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്, ഓക്കെ. അപ്പം ഒരു ഭീകരനാണ് ആക്ച്വലി. പക്ഷേ എന്നാലും ഞാനിവിടെ പരമാവധി സോഷ്യലൈസ് ചെയ്താണ് ഇവനെ വളർത്തിക്കൊണ്ട് വരുന്നത്. നാട്ടിലിത് അവൈലബിൾ ആണോ എന്നെനിക്കറിയത്തില്ല. ഞാൻ ബാംഗ്ലൂർ സൈഡിലൊരു അലേർട്ട് മലി എന്നെന്തോ പറഞ്ഞൊരു കെന്നൽ, അവിടെ അവരുടെ കയ്യിലൊരു കൊക്കേഷ്യൻ ഷെപ്പേർഡിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെയാണ് ഇവൻ്റെ കാര്യങ്ങൾ. എണീറ്റ് നിന്ന് കഴിഞ്ഞാൽ ഏകദേശം ഒരു 6 അടി പൊക്കം. എൻ്റെ തന്നെ ഹൈറ്റ് ഉണ്ട്, ഞാൻ 6'2" ആണ്. ഇവന് 6 അടി പൊക്കം ഉണ്ട്. കാര്യം എണീറ്റ് നിൽക്കുമ്പോൾ എൻ്റെ ഏകദേശം, ഞാൻ അതിൻ്റെ ഫോട്ടോ ഇതിൽ വേറെ ആഡ് ചെയ്യാം. അപ്പം നമ്മളൊന്ന് പതറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവൻ കയറി ഡൊമിനേറ്റ് ചെയ്യാനായിട്ട് നോക്കും. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റാണ് ആശാന്. പക്ഷേ ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ട്, പക്ഷെ നമ്മൾ പതറാതെ നമ്മൾ നല്ല സ്റ്റേണായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. അവൻ ആ ഒരു സ്പേസ് റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ നല്ല രീതിക്ക് പ്രൊട്ടക്റ്റീവാണ്. ഒരു നല്ലൊരു ഏരിയ നിങ്ങൾ ഉള്ള വീടൊക്കെയാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ കൊക്കേഷ്യൻ ഷെപ്പേർഡ് ഒരു നല്ലൊരു ഇതാണ്. പിന്നെ മെയിൻ്റനൻസ് അത് ഇച്ചിരി ചടങ്ങാണ്. കാര്യം ഈ ഹെയർ ഇപ്പം തന്നെ ഇത് ഇത്രയും ഹെയർ അല്ല, ഞങ്ങൾ ട്രിം ചെയ്ത് നിർത്തിയതാണ് നല്ല രീതിക്ക്. അതും കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി കമ്പിളി പോലെ ഇങ്ങനെ ഇരിക്കും. പറഞ്ഞല്ലോ, മറ്റേ തണുപ്പുള്ള മലനിരകളിൽ ഉണ്ടായി വന്നൊരു സാധനമാണ്. അപ്പം നമ്മുടെ ഹസ്കിയുടെ കേസ് തന്നെ അറിയാം അതിൻ്റെ ഹെയർ എങ്ങനെയാണെന്ന്. ഇതൊരുമാതിരി കമ്പിളി പോലെ നമ്മുടെ വിരളൊക്കെ അകത്തോട്ട് ഇങ്ങനെ. ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും പറയും ഇത്രയും എക്സ്ട്രീം റെയറായിട്ടുള്ളൊരു സാധനത്തിന്, എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനത്തിന്. കനകോഴ്സോ ഓക്കെ, അത് എക്സ്പെൻസീവ് ആണ്. പക്ഷേ സ്റ്റിൽ കൊക്കേഷ്യൻ ഷെപ്പേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് ഇൻ എ ലൈഫ് ടൈം എന്നൊക്കെ പറഞ്ഞ പോലെ എനിക്ക് കിട്ടിയൊരു മുതലാണ്. കാരണം അങ്ങനെ എല്ലാവർക്കും കിട്ടുന്നൊരു സാധനമല്ല. അങ്ങനെ വാട്ട്സ് ദാറ്റ്, ഹെലികോപ്റ്റർ പോയതിന് മേപ്പോട്ട് നോക്കുക വാട്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെയാണ് നമ്മുടെ ഓടിൻ്റെ വിശേഷങ്ങൾ. നിങ്ങളാരെങ്കിലും കൊക്കേഷ്യൻ ഷെപ്പേർഡിനെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആദ്യം ഇതിനെപ്പറ്റി നന്നായിട്ട് പഠിച്ചിട്ട് മാത്രമേ ഈ സാധനത്തിന് എടുക്കാവൂ. കാരണം ഞാൻ പറഞ്ഞു നല്ല രീതിക്ക് ടെറിട്ടോറിയലാണ്. ഫാമിലിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എന്തും ചെയ്യും. പുറത്തുനിന്ന് ഒരു മനുഷ്യനെ അടുപ്പിക്കത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുന്നത് പോലല്ല. അത് ലിറ്ററലി ഒരു ലയൺ ഓടി അല്ലെങ്കിൽ ഒരു കരടി ഓടി വരുന്ന പോലെയാണ് സാധനം ഓടി വരുന്നത്. അത് ഓടി വരിക മാത്രമല്ല, വരുന്ന ആ ബോധമില്ലാത്ത വരവിൽ വേണമെങ്കിൽ ഗേറ്റൊക്കെ ഇടിച്ച്, ഞാനൊരു അതിശയോക്തി പറഞ്ഞതാണ്, പക്ഷെ അതുപോലത്തെ വരവാണ് സാധനം വരുന്നത്. അത് ആ സമയത്തൊരു ഇൻട്രൂഡർ, ഒരു കള്ളൻ ആണ് അകത്ത് അവിടെ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ കൊന്നുകളയും, ലിറ്ററലി അത് കൊന്നുകളയും. അമ്മാതിരി ഒരു അഗ്രസീവായിട്ടുള്ള സാധനമാണ് നമ്മുടെ കൊക്കേഷ്യൻ ഷെപ്പേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതേ കൊക്കേഷ്യൻ ഷെപ്പേർഡിനെ ദേണ്ട് നമുക്ക് ഇതുപോലെ തന്നെ നമുക്കൊരു ലാബ്രഡോറിനെ നിർത്തുന്ന പോലെ കൂളായിട്ട് നിർത്തുകയും ചെയ്യും. പക്ഷേ ഇവനിപ്പോൾ സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വിച്ച് ചെയ്യിപ്പിക്കാനും പറ്റും. അങ്ങനെ ആ രീതിക്കാണ് ഇപ്പോൾ ഇവനെ റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിലൊന്നും എനിക്കതൊന്നും കാണിക്കാനായിട്ട് ഇപ്പോൾ പറ്റത്തില്ല. അത് കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഒരു വില്ലയിലാണ്. അപ്പം നമുക്കിവിടെ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. റൈറ്റ് ഓടി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കൊക്കേഷ്യൻ ഷെപ്പേർഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. റൈറ്റ് ഓടി, ബൈ. stay. Aiva.